തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മറ്റത്തൂരിൽ നടന്നത് ഓപ്പറേഷൻ താമര എന്ന് സൂചന. പാറളം, വള്ളച്ചിറ പഞ്ചായത്തുകളും ലക്ഷ്യം വച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല. മറ്റത്തൂരിലെ BJP പിന്തുണ അപ്രതീക്ഷിതമാണെന്ന വിമത നേതാക്കളുടെ വാദം BJP നേതാക്കൾ തള്ളി. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്രമായി മത്സരിച്ച ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായത്. ഭാരതീയ ജനതാ പാർട്ടിയെ ഒരാളെ പോലും BJPയിലേക്ക് ക്ഷണിക്കാനോ അധികാരം പങ്കിടാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് രണ്ട് പാർട്ടിയിൽ നിന്നും രാജിവെച്ച ആളുകൾക്ക് പിന്തുണ നൽകുമെന്ന ആ പാർട്ടിയുടെ നിലപാടാണ് മറ്റത്തൂരിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനിടെ DCC അധ്യക്ഷനെ മാറ്റിയാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ ഉപാധിയുമായി മറ്റത്തൂരിലെ വിമത നേതാക്കൾ രംഗത്തെത്തി. തനിക്കെതിരെയുള്ളത് പുറത്തു പോകുന്നവന്റെ ആവശ്യമെന്നാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം. യാദൃശ്ചികമായി നമുക്ക് BJPയുടെ വോട്ട് ലഭിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിലും അതിനുവേണ്ടി മുൻകൂട്ടിയുള്ള ചർച്ചയോ ആസൂത്രണമോ ഒന്നും നടത്തിയിരുന്നില്ല. മാത്രവുമല്ല, അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. ആ നേതാക്കളുടെ തെറ്റായ നടപടികളാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചത്. പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പുണ്ടാക്കിയ ഈ വിഷയത്തിൽ ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൂടെ തിരുത്തണം എന്നാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതും തിരുത്തേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതാണ് KPCC ആണ്. ഈ പാർട്ടി ഒരു ഹൈറാർക്കി സംവിധാനമാണ്. താഴെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവർക്ക് പരാതികളുണ്ടെങ്കിൽ മോൾത്തട്ടിലേക്ക് കൊടുക്കാം. DCC പ്രസിഡന്റിൻ്റെ ഒരു നടപടിക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന KPCC പ്രസിഡന്റാണ്. പാർട്ടിയുടെ നിലപാട് BJPയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ വർഗീയ പാർട്ടികളുടെ വോട്ട് കിട്ടിയാൽ അത് രാജിവെക്കണമെന്നാണ്. അത്രേ ഞാൻ ആവശ്യപ്പെട്ടു. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇത് വലിയ വിവാദമായതാണ്, ചർച്ചയായതാണ്. ഇതിപ്പോൾ DCC പ്രസിഡന്റിനെ, അതായത് ജില്ലാ നേതൃത്വത്തിന് എതിരാണോ ഇവരുടെ ഈ വിമതരുടെ ഒരു നീക്കം? അങ്ങനെ ആ രീതിയിൽ ഒരു സമവായത്തിന് തയ്യാറായാൽ ഉപാധികൾ വച്ചിരിക്കുകയാണോ അവർ? സ്മിത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുകയാണ് ഈ മറ്റത്തൂരിലെ BJP കോൺഗ്രസ് സഖ്യം. അതിൽ ഇവർ രാജിവെച്ചാണ് BJPയുടെ സഹകരണത്തോടെ ഭരണം പിടിച്ചതെങ്കിൽ പോലും അത് കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരുടെ രാജിയാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് KPCC നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് റോജി M. ജോൺ MLA അടക്കം നിയോഗിച്ചുകൊണ്ട് ഒരു അനുനയ ചർച്ച അടക്കം നടത്തിയത്. ഇതിൽ ഇവർ പ്രധാനമായി മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഈ പുറത്താക്കിയ ആളുകളെ തിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ DCC പ്രസിഡന്റിന് ഗുരുതര വീഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റിനെ മാറ്റണം. അതോടൊപ്പം തന്നെ ഇവർ വച്ചിരിക്കുന്ന മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ DCC പ്രസിഡന്റിനെ മാറ്റുക അടക്കമുള്ള കാര്യങ്ങൾ അപ്രായോഗികമാണ് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഈ കോൺഗ്രസിനുള്ളിലെ തർക്കവും ഇതിലൊരു പരിഹാരം കാണുന്നതിന് വൈകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. മറ്റത്തൂരിലെ വിമത പക്ഷത്തിന് അവരുടെ നേതാവായി നിലനിൽക്കുന്നത് ഈ ജോസ് വള്ളൂരാണ് എന്ന ആരോപണമാണ് അവർ കടുപ്പിക്കുന്നത്. അവർക്ക് പിന്നിൽ ജോസ് വള്ളൂരുണ്ട്. അങ്ങനെ KPCC സെക്രട്ടറി കൂടിയായിട്ടുള്ള ജോസ് വള്ളൂർ ഇടപെട്ടുകൊണ്ടാണ് ഈ KPCCയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന ആരോപണം ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അന്വേഷണത്തിൽ അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാറളം, വല്ലച്ചിറ അങ്ങനെ തുടങ്ങി 3 പഞ്ചായത്തുകളിൽ ഈ ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ചർച്ച നടത്തിയെന്നത് BJP തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എറണാകുളം മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള A. നാഗേഷ് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പിന്തുണ നൽകാമെന്ന് തങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ്. പെട്ടെന്നുണ്ടായ ഒരു ഇടപെടലായിരുന്നു ഈ പിന്തുണ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്ന് BJP കൂടി വ്യക്തമാക്കിയതോടുകൂടി കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. സ്മിത, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.